പുതുതായി ചുമതലയേറ്റ 2 വകുപ്പുകളും വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഏറ്റെടുത്തതെന്ന് വ്യക്തമാക്കി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ. ഏത് വകുപ്പ് എടുത്താലും തന്റെ കാര്യത്തിൽ ഇത്തരം ചർച്ചകൾ സ്വാഭാവികമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, അതല്ലെങ്കിലും ഉണ്ടല്ലോ, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ എടുത്തത്. ഇനി മുൾക്കിരീട് അല്ലെങ്കിൽ ഞാൻ എടുത്താൽ മുൾക്കിരീട് ആവുമല്ലോ, അതിലെന്താ സംശയം? അത് ഏത് വകുപ്പ് എടുത്താലും. ഇത് ഞാൻ പറയും, ഇത് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ ആരെങ്കിലും വെക്കുന്നത് ഇതിന്റെ ബാധകമല്ല. നിങ്ങൾ പറഞ്ഞ ലൈസൺ ഓഫീസർ എന്ന് പറയുന്നത് ചില ആൾക്കാരെ തൽക്കാലത്തേക്ക് വർക്കിംഗ് അറേഞ്ച്മെന്റിൽ വെച്ചിട്ടുണ്ട്. അത് ഒഫീഷ്യലല്ല, ഒരു സ്ഥിരമല്ല, പുതിയ നിയമനമല്ല, വർക്കിംഗ് അറേഞ്ച്മെന്റ്. വർക്കിംഗ് അറേഞ്ച്മെന്റ് നിയമിച്ചിട്ടുണ്ട്. വർക്കിംഗ് അറേഞ്ച്മെന്റിൽ വെക്കുന്നതും സ്ഥിരം വെക്കുന്നതായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ സംശയമില്ലല്ലോ. ഇനിയിപ്പോൾ നാളെ പറയണ്ട മന്ത്രിക്ക് നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല എന്ന് പറയണ്ട. അതായത് കൺഫേം. അതെ, അല്ല, ഇന്നലെ തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയിരുന്നു കല്യാണം. അത് പരിശോധിക്കുന്നു. ഞങ്ങൾക്ക് ഇതുവരെ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല. ഇന്നലെ തന്നെ കൺഫേം ആണ്. അത്രയേ ഉള്ളൂ. ആ മരണം 43 വയസ്സുകാരൻ്റെ. ഇല്ല, അത് തയ്യാറാക്കി അറിയിക്കും. ഇപ്പം നാളെ 12 മണിക്ക് കളക്ടർമാരുടെ ഓൺലൈൻ യോഗം 12 മണി. ഇനി തൽക്കാലം സംശയമൊന്നും ഇല്ലല്ലോ, ബാക്കി ഇനിയും കാണാമല്ലോ. ഇല്ല, അതിപ്പോൾ ആദ്യം കുറ്റമല്ല, അദ്ദേഹം നല്ലൊരു വക്കീലായിരുന്നുകൊണ്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള അലിഗേഷൻ വന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരു നിങ്ങൾക്കറിയാം, ഒരു ക്രിമിനൽ ലോയറിനെ സംബന്ധിച്ച് ഏത് കേസ് ഏൽപ്പിക്കുന്ന ആ കേസ് വാദിക്കും. ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി വാദിച്ച ഒരാൾ നാളെ VD സതീശന് വേണ്ടി വാദിക്കാൻ വന്നാൽ ആരുടെ കേസാണോ ഏറ്റെടുത്തിട്ടുള്ള ആ കക്ഷിയോടായിരിക്കും കൂറ്. അതാണ് വക്കീൽമാർ, അതിൻ്റെ ഒരു എത്തിക്സാണ്. അതനുസരിച്ച് പ്രദീപനെ വെച്ചപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടായി. അദ്ദേഹം രാജിവെച്ചു. രണ്ടുമല്ല, സർക്കാർ വയ്ക്കുന്ന ഞങ്ങൾ അത് അങ്ങനെ ഒരു ഫീലിംഗ് ജനങ്ങൾക്ക് ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ വക്കീൽമാരുടെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കേസ് ആർക്ക് വേണ്ടി വാദിക്കുന്നു അവരോട് നീതി പുലർത്തുക എന്നുള്ളത്. അത് പുലർത്താത്തവർക്ക് ഡിസ്ക്വാളിഫിക്കേഷനാണ്. അല്ല, അത് അദ്ദേഹത്തിന് ആ കേസ് അത് വിട്ടല്ലോ. ഇപ്പോൾ പുതിയതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. ഏതായാലും വെച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹം രാജിവെച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എത്ര മതി? തീർച്ചയായും വേസ്റ്റ് ഇടുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, വേസ്റ്റ് ഡിസ്പോസൽ സംവിധാനം കൊണ്ടുവന്നാൽ അതിനെയും വിമർശിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാൻ MLA ആയി 8 വർഷക്കാലം ഇരുന്നു. ഞാൻ കൊണ്ടുവരാൻ തീരുമാനിച്ച പല മാലിന്യ സംസ്കരണ യൂണിറ്റുകളും എതിർപ്പ് കാരണം അന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരേ ഒരു പദ്ധതി മാത്രമേ നടപ്പാക്കാൻ കഴിയാതിരുന്നുള്ളൂ. അപ്പോൾ ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും ഒന്നിക്കും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഞാൻ ഇതുവരെ ഇപ്പം കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ചപ്പോഴും അതിനുമുമ്പ് UDF ഭരിച്ചപ്പോഴൊന്നും ഒരു മാലിന്യ സംസ്കരണത്തിനെതിരായിട്ടുള്ള സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അതെൻ്റെ പോളിസിയാണ്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, മാലിന്യ സംസ്കരണം ഇല്ലെങ്കിൽ ഒരുപാട് പകർച്ചവ്യാധികൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ഞാൻ അന്ന് ഇന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. LDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ പോലും വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. മുമ്പ് വിളപ്പിൽശാല സംഭവത്തിൽ പോലും ഞാൻ അന്ന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അന്നത്തെ മേയർ പരസ്യമായിട്ട് ആ കാര്യത്തിൽ എന്നോട് നന്ദിയും പറഞ്ഞു. അതെൻ്റെ ഒരു പോളിസിയാണ്. എല്ലാ കാര്യങ്ങളും ഇന്നിപ്പോൾ തീർക്കണ്ട, ഇനിയില്ലേ ദിവസം. ആരെ
അതുകൊണ്ടാണല്ലോ പത്മകുമാറിനെ പുറത്താക്കലിന് പകരം സസ്പെൻഷനാക്കിയത്. കാരണം പല സത്യങ്ങളും അദ്ദേഹം വിളിച്ചു പറയുന്നുള്ളതുകൊണ്ട്. അതാണല്ലോ അതിൻ്റെ കാര്യം. മയത്തിലൊന്ന് തലോടി വിട്ടതാ പത്മകുമാറിന്.